തല നാട്ടം മുട്ടക്കോയിട്ടേ നമ്മളും ഇങ്ങളും ആരായാലും വരട്ടിയേക്കാറില്ല ചെയ്യാ. എന്നാൽ പിന്നെ ഒരു വെറൈറ്റി ആക്കി വരട്ടി വെക്കാലോ. ഒന്ന് കുളിപ്പിച്ചെടുത്ത മുട്ടക്കോയിനതാ ചെറുതായിട്ട് കണ്ടം വെട്ടി ഒരു പാത്രത്തേക്ക് മാറ്റിയായിരുന്നു. ആ മുട്ട പൊട്ടാതെ വേറൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചാണ് നമ്മൾ പരിപാടികൾ തുടങ്ങി. ഒരു പാന് വെച്ചാണ്ട് മല്ലി കുരുമുളകും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാണ്ട് തണുപ്പിച്ച് പൊടിപ്പിച്ച് അങ്ങോട്ട് മാറ്റി വെച്ച് വേറൊരു ചട്ടിക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് പറഞ്ഞാണ്ട് ബ്ലേഡ് മാതിരി അരിഞ്ഞ വല്യുള്ളി ഇതാ കരിയാതെ മുരിപ്പിച്ചെടുത്ത് അതും അതിക്ക് ഈ പൊടിച്ചു വെച്ച മല്ലി കുരുമുളകും മഞ്ഞപ്പൊടി മുളകും പൊടി 2 സ്പൂണും പാകത്തിനുള്ള ഉപ്പ് പാകിയാണ്ട് കസൂരിമേത്തിയും വിതറി വലിയ ജീരകം പാകി ഉലുവയും കൂടി വെതറി കൊത്തി നുറുക്കിയ ചെറിയുള്ളിയും കൂടി പാകിയാണ്ട് അരക്കണ്ട തക്കാളി മുറിച്ചിട്ടാണ്ട് ഇതാ ഈ മസാല ഈ ചിക്കനിലെല്ലാം കൂടി കുഴച്ച് കിളിമ്പി വെക്കണം. 2ാം ഘട്ട തേപ്പിനായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി അരച്ചാണ്ട് ആവും കൂടി ഈ ചിക്കനിൽ തേച്ചാൽ മൂടി വെച്ച് കുറച്ച് നേരം അങ്ങോട്ട് റെസ്റ്റ് എടുക്കാം. നമ്മൾ ആ ഉള്ളി മാറ്റി വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് കരിയേപ്പിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി പാകിയാണ്ട് അതൊന്ന് ചെറുതായിട്ട് ഒരു ഇളക്കിളക്കാണ്ട് നമ്മൾ ഈ മസാലയിൽ തേച്ച് കുഴച്ച് മിനുക്കി വെച്ച ആ ചിക്കൻ അതിലുണ്ടല്ലോ ഓർഡറക്കാം. ഈ മസാലയിൽ മിനുക്കി വെച്ച ചിക്കൻ വെളിച്ചെണ്ണയിലിട്ട് 2 കറക്കാണ്ട് മൂടി വെച്ച് 15 മിനിറ്റ് ചെറിയ തീയിലങ്ങോട്ട് വെന്ത് കഴിഞ്ഞാൽ മൂടി അങ്ങോട്ട് തുടങ്ങി 4-5 പച്ചമുളക് കീറിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളം പറഞ്ഞ് ഒരു കറക്കലും കൂടി അങ്ങോട്ട് കറക്കാണ്ട് മൂടി വെച്ചൊരു 15 മിനിറ്റ് ചെറിയ തീയിൽ ഒന്നുകൂടി അങ്ങോട്ട് വേവിച്ചെടുക്കുക. അതിൽ ആ ചിക്കൻ വെള്ളമൊക്കെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നേരത്തെ മാറ്റി വെച്ച് ആ മുട്ടയിലിട്ടാണ്ട് ഒരിളക്കും കൂടി ഇളക്കിയാണ്ട് ഉപ്പിൻ്റെ പാകം ഒന്നും കൂടി അങ്ങോട്ട് ക്രമീകരിച്ച് മൂടി വെച്ച് അവസാനത്തെ തലയും കൂടി അങ്ങോട്ട് തിളപ്പിച്ചാൽ നമ്മളെ സംഭവം ഏകദേശം സെറ്റായിട്ടോ. പുരയുള്ള തലകളുടെ എണ്ണം കയ്യിലൊതുങ്ങാത്തോല് നെയ്ച്ചോറിനെ കൂട്ടുപിടിക്കുന്ന പോലെയൊക്കെ ഈ ഒരു തളയിൽ അങ്ങോട്ട് നിർത്തിയുള്ളൂ. അല്ലെങ്കിൽ ചാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കേണ്ടി വരും. ഇനിയിപ്പോൾ മറ്റ് പല കലാപരിപാടികൾക്കും കൊണ്ടുപോകണമെങ്കിൽ ചട്ടിയിൽ കിടന്നാണ്ട് അങ്ങനെ അങ്ങോട്ട് വറ്റിയോട്ടെ. ക്ലൈമാക്സിൽ വെളിച്ചെണ്ണയിൽ ചെറുള്ളിയും കരിയേപ്പിൻ്റെയും കൂടെ വറവിട്ടാൽ സംഭവം കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫ്രം കൊണ്ടോട്ടിക്കാരൻ.